റഹ്മത്തുള്ള അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ഒരു വീഡിയോ ആയിട്ട് വരാറ് സംസ്ഥക്കാർക്കെതിരെയും ഇസ്തംകാർക്കെതിരെയുമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഒരു വിഷയം പറയുന്നത് നമ്മുടെ സംഘടനയിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിൽ KNM-ൻ്റെ ആളുകളെന്ന് പറയപ്പെടുകയും എങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇഷ്ടത്തിൻ്റെ മനസ്സും KNM-ൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. പറയാതിരിക്കാൻ പറ്റില്ല, അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം അവരറിഞ്ഞോ അറിയാതെയോ അല്ലാഹുവേ എങ്ങനെയാണ് അവരതിൽ പെട്ട് എന്നുള്ളത്. പിശാച് അങ്ങനെയാണല്ലോ, നമ്മുടെ ശത്രുവാണല്ലോ, മുസ്ലിങ്ങളുടെയും വിശ്വാസികളുടെയും ശത്രുവാണല്ലോ പിശാച്, അല്ലാതെ ശിർക്കിൻ്റെ ആളുകളുടെ ശത്രുവല്ലല്ലോ. നമ്മൾ ഇതേപോലെയാണ് ഉണ്ടായത്. ഇഷ്ടത്തിലെ സജീവരായ 10,000-കണക്കിന് പ്രവർത്തകർ, തൗഹീദ് ഉൾക്കൊണ്ട ഒരു പ്രവർത്തകരുണ്ടായിരുന്നു, 10,000-കണക്കിന് ആളുകൾ. അവർക്കെതിരെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് നമുക്ക് ഓതി കൊടുക്കേണ്ടി വന്നു. എന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു അപകടം ആയിരുന്നു അത്. അതിനെന്താണ് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ പണ്ഡിതന്മാർ. ഇല്ലെങ്കിൽ ഇതേ ഒരവസ്ഥ ഇനിയും വരാൻ പോവുകയാണ് നമ്മുടെ സംഘടനയിൽ. കാരണം ഒരുപാട് ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആയിരക്കണക്കിന് ആളുകളുമായി ഈ വിഷയത്തിൽ സംസാരിക്കുകയും ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന ആളെന്നുള്ളതിൽ എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ KNM ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ 1-2 ഗ്രൂപ്പുകളുണ്ട്, KNMs അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തകരാണ്, മുഴുവൻ KNM-ൻ്റെ ആളുകളാണ് അതിലുള്ളത്. അതിൽ പണ്ഡിതന്മാരുണ്ട്, ഗൾഫിലൊക്കെ ഉള്ള ദായിമാരും ചില ദായിമാരും ഖത്തറിലും സൗദിയിലൊക്കെ ഉള്ള ചില ദായിമാരൊക്കെ ഉണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്. നമ്മൾ 2-3 ദിവസമായിട്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ നമ്മൾ അന്തം വിട്ടുപോയി, എവിടെ എത്തി നമ്മളെന്നുള്ളത്. ഇത് വിശ്വത്തിനേക്കാളും പഴച്ചൊരു വിശ്വാസം നമ്മുടെ ഇടയിൽ വരികയാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? അതാണ് സങ്കടം. പിശാചുമായി ബന്ധപ്പെട്ടാണ്. പിശാച് ബാധ മൂലാസവും പിശാച് രോഗം വരുത്തും, പിശാച് അപകടം വരുത്തും എന്നുള്ളൊരു രീതിയിൽ. അതാണ് സങ്കടം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞങ്ങൾ അവൻ്റെ പേരനങ്ങളെ വിഷയത്തിൽ പറയേണ്ട ബിസ്മില്ലാ എന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞത് അനങ്ങി അത് മാതി പിശാച് അസുഖം വരും. നമ്മളവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, അള്ളാഹുവാണ് നമുക്ക് വരാനുള്ള അസുഖ അപകടങ്ങളൊക്കെ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. ഖുർആനായത്ത് ഓതി. എന്ത് ഖുർആനായത്ത്? അതിനൊക്കെ എതിരെ പറഞ്ഞ് ഖുർആനായത്തൊക്കെ ഓതിയപ്പോൾ പറഞ്ഞ എന്താ നിങ്ങൾ ഇതുണ്ടല്ലോ, എന്ത് ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ, പച്ചപ്പൊള്ള്. ജമിയത്തുൽ ഉലമ പുസ്തകത്തിൽ ഖുർആനായത്തിനെതിരെ പറയും. എന്താ പേര് ജമിയത്ത് പണ്ഡിതന്മാരെ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ, ഇപ്പോൾ സൂറത്ത് തൗബയിൽ ആയത്തൊക്കെ ഓതി കൊടുത്തു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ എന്ന് ഓതി കൊടുത്താൽ ഒന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊരു ഉപദ്രവവും ഒരു അസുഖവും ഒരു അപകടവും നിങ്ങൾക്ക് വരില്ല. ഒരാൾക്കും അതിൽ പങ്കില്ല, കൂറില്ല, ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും അധികാരത്തിലുള്ള വിഷയമാണത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. എന്താ ഇപ്പം നമ്മൾ പറയവരോട്? അള്ളാഹിൻ്റെ പ്രവർത്തനത്തിൽ ഒരാൾക്കും നിർബന്ധം ചെലുത്താൻ പറ്റൂല. ഒരാൾക്കും ഒരു പുതിയ പ്രവർത്തനം പുതുതായിട്ടൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. അള്ളാഹിലാർക്കും നിർബന്ധം ചെലുത്താൻ പറ്റൂല. ഇവിടെ പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വരാനുള്ള അപകടവും അസുഖവും പ്രയാസവും അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് നടക്കും. അതൊരു വിശ്വാസിക്ക് പുണ്യമാണ്, പരീക്ഷണമാണ്, അവൻ്റെ പാപം പൊറുക്കാനുള്ളതാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ നൽകും. അതുവഴി അവൻ്റെ പാപം പുറത്ത് കിട്ടും. പഴുത്ത മരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്ന പോലെ കൊഴിഞ്ഞു പോകും. ഇരുമ്പെന്ന് തുരുമ്പ് ശുദ്ധീകരിക്കുന്ന പോലെ അവൻ്റെ പാപങ്ങൾ ശുദ്ധീകരിക്കും. പക്ഷേ അവിടെ സൂക്ഷിക്കണം, പിശാച് കടന്നു വരും. ആ പരീക്ഷണത്തിൽ നമ്മൾ വഴികേടിലേക്കും ശിർക്കിലേക്കും ഹറാമിലേക്കും കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ യുക്തിവാദി, ഭ്രാന്തൻ, ധാര പറയുന്നത് ആരാ? നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ചില പണ്ഡിതന്മാരോ പറയുന്നത്. KNM-ൻ്റെ പിശാചിന് വേണ്ടി വാദിക്കാൻ അവർ പിശാച് രോഗം വരുത്തും, പിശാച് അപകടം ഉണ്ടാക്കുന്ന അത് ഒരു ദഅവത്തായി ഏറ്റെടുത്തിരിക്കുകയാണ്. 100 കൊല്ലമായി നമ്മളൊക്കെ മുജാഹിദായിട്ട് 10-30 കൊല്ലത്തിൻ്റെ അടുത്തായി. ഈ പണിയാണെങ്കിൽ നമ്മളൊക്കെ ഈ മുജാഹിദിക്ക് വരണം. ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അതാണ് അത്ഭുതം. ഇനി ഈ പറയുന്നിടത്ത് ഈ പിശാചിനെ പേടിച്ച്, ഈ പിശാച് അസുഖം വരുത്തും, അപകടം വരുത്തുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കണോ നമ്മളിനി? നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത്? ചെറിയ കാര്യം ഇതൊന്നും മിണ്ടാതിരിക്കുക. എത്ര വെച്ചിട്ട് മിണ്ടാതിരിക്കുക? മിണ്ടാതിരിക്കാൻ പറ്റും. മിണ്ടാതിരുന്നതാണ് വിസ്തങ്ങനായി പോയത്. പണ്ഡിതന്മാർ ഇടപെടണം, ഈ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കണം അവർക്ക്. നമുക്ക് അസുഖം, പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ അത് മുമ്പ് രേഖപ്പെടുത്തിയാണ്. അത് ആ സമയത്തും സന്ദർഭത്തും നടക്കും. അത് നമുക്ക് പുണ്യമാണ്, പരീക്ഷണമാണ്. അവിടെ പിശാചിനെ സൂക്ഷിക്കേണ്ടത് ഇന്ന കാരണത്തിൽ നിന്നാണ്, അല്ലാതെ കാരണത്തെ പേടിച്ച് കിടക്കാനല്ല. കാരണത്തെ പേടിക്കും. ഇവരെന്താ പറയുന്നത്? നമുക്കൊരാളെ കൊല്ലാനും ഇതൊക്കെ ചെയ്യൂലേ? നമുക്കിപ്പോൾ ഒരാളെ കൊല്ലാൻ പറ്റുമല്ലോ അല്ലേ? കഴുത്ത് പല പീസുകളാക്കി കൊല്ലാം, ഒരാളുടെ കൈ വെട്ടുക, കാല് വെട്ടുക, ഒരാളെ വേണമെങ്കിൽ അടിക്കുക, ഒരാളുടെ ഒരു കൈ വെട്ടുക, ഒരാളെ ചെറുതായിട്ട് കാലുമ കുത്തുക, കയ്യുമ കുത്തുക, അതൊക്കെ നമുക്ക് ഇഖ്തിയാറില്ലേ? അതുപോലെ പിശാചിനും കഴിയുന്നു. അവനക്ക് തോന്നുന്നവരെ ആക്രമിക്കാനും, തോന്നുന്നവരെ കൊല്ലാനും, തോന്നുന്നവരെ അപകടം വരുത്താനും, തോന്നുന്ന അത്ര രീതിയിൽ അസുഖം തരാനും കഴിയുന്നു. എന്താ ഇപ്പം ഇതിനൊക്കെ നമ്മൾ മറുപടി പറയാം? ഇത് ആരാ പറയുന്നു നോക്കണം. അതിനൊക്കെ ന്യായം ഈ പുസ്തകത്തിലുണ്ടെന്നു. പച്ചപ്പൊള്ളൽ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
എന്നിട്ട് വേറെ പല കാരണങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിശാച് പാരമ്പര്യ രോഗമുണ്ട്. എന്തേ പല കാരണങ്ങൾ കൊണ്ട് രോഗം? നമ്മൾ അവരോട് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ കൊറോണ വന്നു. ഈ കൊറോണ വൈറസ് ഇപ്പോൾ ഒരു വീട്ടിൽ 8 ആളുണ്ടെന്ന് വിചാരിക്കാം ഇല്ലേ? ഈ 8 ആളിൽ 4 കൊറോണ വൈറസിന് എന്തെങ്കിലും അധികാരം ഉണ്ടോ? 4 ആൾക്ക് കൊറോണ കൊടുക്കണം, 3 ആൾക്ക് കുറേശ്ശെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരാൾക്ക് 10 ദിവസം ആസ്പത്രിക്ക് എടുക്കട്ടെ ഓക്സിജനൊക്കെ, ഒരാളെ 2 ദിവസം പോസിറ്റീവ് ആക്കിയാൽ മതി. ഒരാളെ 3 ദിവസം, ഒരാളെ ഇതുവഴിയിട്ട് മരിപ്പിക്കണം. അടുത്ത വീട്ടായ ഓനക്ക് കൊടുക്കണ്ട, അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം. ഇങ്ങനെ കൊറോണ വൈറസിന് ഇഖ്തിയാറുണ്ടോ? അവർക്ക് തോന്നുന്നവർക്ക് കൊടുക്കാനും തോന്നുന്നത്ര രീതി കൊടുക്കാനും ഉണ്ടോ? അപ്പോൾ പിന്നെ എന്താണ് പല രോഗാണുക്കൾ മൂലം അസുഖം ഉണ്ടാവും, പിശാച് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ആ സഹോദരങ്ങളെ, അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തിയാണ് നമുക്ക് അസുഖം പറയാം. അത് അള്ളാഹിൻ്റെ പൂർണ്ണ അധികാരത്തിൽ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന സബബിലൂടെ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് നടത്തപ്പെടുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്ന സബബിലൂടെ ആ സബബുകൾക്ക് സമയത്ത് ഇഖ്തിയാറില്ല. എത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാവില്ല. പിന്നെ പിശാച് പഠിക്കുകയാണെന്ന് അവർക്ക് സ്വതന്ത്രമായിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിലോ, അവർക്ക് അതിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലോ, അവരുടെ പ്രവർത്തനം മൂലം അള്ളാഹ് നിർബന്ധിതനാകും. അള്ളാഹ് അതുവഴി പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുമ്പോഴല്ലേ പേടിക്കേണ്ടുള്ളൂ. ഇവിടെ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൂ. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന സബബിലൂടെ നടക്കുന്നതല്ലേ നമ്മൾ വിശ്വസിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിക്കുമ്പോൾ കാറ്റിന് ഷെറിന് അള്ളാഹുവിനെ അഭിനന്ദി. കാറ്റിന് കഴിവുണ്ടായിട്ടാ കാറ്റിന് ഷെറ് ചെയ്യാൻ പറ്റും ഇല്ല. അള്ളാഹു കാറ്റിലൂടെ നമുക്കൊരു ഷെറ് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തെ. അപ്പോൾ അതിലൂടെ അള്ളാഹ് വിചാരിച്ചാലോ നടക്കും. അതുപോലെയല്ലേ ഇപ്പോൾ ഏത് ഷെറിനും നമ്മൾ അള്ളാഹുവിൽ അഭയം തേടാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, പുറത്ത് പോകുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ കക്കൂസ് പലതും. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണോ? ആ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഷെറ് ചെയ്യുന്നതല്ല. അള്ളാഹു അവരിലൂടെ ഒരു ഷെറ് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലോ അത് സംഭവിക്കും. അതിൽ അള്ളാഹുവിൽ അഭയം തേടുക. അല്ലാതെ അതിൻ്റെ അർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണോ? ഇത് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മളെ പണ്ഡിത്. ഏത് വരേക്കെന്ന് അറിയാം നിങ്ങൾ? നമ്മളെ പണ്ഡിതന്മാർ പല ഉദ്ധരണികളും ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കടക്കുമ്പോൾ, ഇങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ചെല്ലണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഷെറ് വരുത്താൻ കഴിയുന്നുണ്ടല്ലേ അങ്ങനെ പറയുന്നത്? അപ്പോൾ അവർക്ക് അതിന് ഷെറ് ഇല്ല സഹോദരങ്ങളെ. അങ്ങനെയല്ലേ വിശ്വസിക്കുക. അള്ളാഹു അവരിലൂടെ നമുക്കൊരു ഷെറ് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അതിൽ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. അല്ലാതെ അവർക്കതിന് ഇഖ്തിയാറും അവർക്കത് ചെയ്യാനും അവർക്ക് ഷെറ് ചെയ്യാൻ കഴിയില്ല. ഖൈറു ഷെറ് അള്ളാഹു എന്നുള്ളതാണ്. അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തിയതാ. അത് നമുക്ക് വരാനൊക്കെ മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. അതിൽ ഞാൻ ആയത്തോതി അത് മുമ്പ് നടക്കും. അത് സംഭവം എത്ര ആയത്തുകളിലൂടെ തകാമ സൂറത്ത് 11 എത്ര ആയത്ത്? സൂറത്ത് ബക്കറയിലില്ലേ? സൂറത്ത് തൗബയിലില്ലേ? സൂറത്ത് മായിദ പറഞ്ഞിട്ടില്ലേ 17? എത്ര സ്ഥലത്തൊക്കെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുക. ഒന്നും വേണ്ട. അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുണ്ട് ഇങ്ങോട്ട് ഹദീസ് കേനമേല മറ്റതല്ല ഇത് അങ്ങനെയാണ് ഇത് ഹദീസ് എന്താ ഇതിനൊക്കെ പറയാം. ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഇതിൽ ഓതി കൊടുത്തു. നമ്മൾ ഇതിൽ 35 വ്യക്തമായി പറയുന്നു. ഇതിൽ 35-ാമത്തെ പേജ് വ്യക്തമായി പറയുന്നില്ലേ? അത് ഇവർക്ക് വേണ്ട. അത് ഓതി പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ്? മരണപ്പെട്ടവർ, ജിന്നുകൾ, പിശാചുക്കൾ. 35-ാം പേജ് എന്താണ്? മരണപ്പെട്ടവർ, ജിന്നുകൾ, പിശാചുക്കൾ എന്നിവർ രോഗം പരത്തുമെന്നോ ഉപദ്രവം ഉണ്ടാക്കുമെന്നോ ഉള്ള വിശ്വാസം അല്ല എന്ന പേടി ശിർക്കാണ് എന്ന്. അപ്പോൾ അവർ പറയുകയാണേ, ചിലർ എന്നോട് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ അതങ്ങനെയല്ല, അത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ്? മരണപ്പെട്ടവർ, ജിന്നുകൾ, ശൈത്താന്മാർ അസുഖവും ഉപദ്രവവും ഉണ്ടാക്കും. പേടിച്ച ശിർക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ മുന്നിലുള്ളതോ? ഫസ്റ്റിൽ കൊടുത്ത മരണപ്പെട്ടവർ, ജിന്നുകൾ, ശൈത്താന്മാർ എന്നല്ലേ. അപ്പോൾ മരണപ്പെട്ടവർ നമുക്ക് ഉപദ്രവവും അസുഖം ഉണ്ടാക്കുമോ? അപ്പോൾ അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കല്ല, പേടിച്ചാൽ ശിർക്കാവുള്ളൂ. ഇജ് യുക്തിവാദിയാണ്, ഇജ് ഗാനം ഒന്നല്ല, ഇജ് മർക്കസ് മടവൂരാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾ മർക്കസ് ദേവയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചീത്താറ്. എന്താ പറ്റും? അത് വ്യക്തമല്ലേ ഇതിൽ കൊടുത്തത്? ഇതല്ലേ ഇത്? ഇതിലും കൊടുത്തിട്ടില്ലേതാ ഈ പുസ്തകം രക്ഷയുടെ കപ്പൽ? ഇത് വിസ്തങ്കാരെടുത്ത് മാറ്റി ഓൽക്ക്. പിന്നെ ഇത് നമ്മൾ അനസ്മൗലൊക്കെ വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടില്ലേ ഇത് നിങ്ങൾ കൊടുത്ത് എന്തിനങ്ങളത് മാറ്റിയെന്ന്? അപ്പോൾ നമ്മളത് അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ നിന്ന് വിസ്തങ്കാര ഈ ഭാഗം എടുത്ത് മാറ്റി. ആ പുസ്തകം തന്നെയാണ് ഇവിടെയും കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിലെന്താ അവർക്ക് കഴിയുന്നുണ്ടെങ്കിലല്ലേ അവരിൽ പേടി ഉണ്ടാവുക. നമുക്ക് അവർക്ക് കഴിയില്ലെങ്കിൽ പേടിക്കും. അപ്പോൾ കഴിയുമെന്നുള്ള പേടിയാണ് ശിർക്ക്. അങ്ങനെ കഴിയില്ല അവർക്ക്. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കണമല്ലോ. അവർക്ക് അതിൽ ഇഖ്തിയാർ വരൂലേ? അവർക്ക് ചെയ്യാനും ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാനും അപകടം വരുത്താനും കഴിഞ്ഞ് നമുക്ക് പേടിക്കണമല്ലോ. അവർക്ക് കഴിയില്ല. ആ പേടി ശിർക്കാണ്. പിന്നെ ഇവർ അതിനെ കോട്ടി മാറ്റുന്ന എന്താണ്? ഇപ്പോൾ ഈ വിഷയമാണ് സൂറത്ത് ബക്കറ 2 ആ വിഷയം എടുത്തിട്ട് 275 എടുത്തിട്ട് എന്താണ്? അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു. ഈ ആയത്തെടുത്തിട്ട് ഇവരെന്ത് പറയാണ്? ഇങ്ങനെ ആയത്തിലുണ്ട് എന്ത്? പലിശ നിന്ന് പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്ന പോലെ മറിഞ്ഞു വീഴുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇത് എന്തെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? ഭയങ്കര അത്ഭുതമാട്ടോ ഇതിൽ പറയുന്ന നേട്ടങ്ങൾ. ഇതിനുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ട്രെയിനിൽ ഡോറിൽ നിൽക്കാൻ പാടില്ല. എന്താണെന്ന് പറയുന്നത്? പിശാചും മറിച്ചു വീഴ്ത്തുന്ന ഖുർആനിലുണ്ടെന്ന് മാത്രമല്ല, പിശാച് ശത്രുവാണെന്ന് ഖുർആനിലുണ്ട്. പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഖുർആനിലുണ്ട്. എങ്ങനെ? 3 കൂട്ടി യോജിപ്പിച്ചു. അവരിഷ്ടത്തിന് വ്യാഖ്യാനിച്ചു. ഇതാര്? നമ്മൾ, വിസ്തങ്കാരല്ല, നമ്മൾ. എങ്ങനെ? പിശാച് ശത്രുവാണെന്നുണ്ടല്ലോ, പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഖുർആനിൽ തന്നെ അള്ള പറഞ്ഞിട്ടുണ്ട് പിശാച് മറിച്ചു വീഴ്ത്തുന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എന്തായി, ട്രെയിനിൻ്റെ വാതിലൊക്കെ കുറേ ഉള്ളിലേക്ക് നിൽക്കണം. എന്താണ്, പിശാച് ശത്രുവാണ്, സൂക്ഷിക്കണം, മറിച്ച് വീഴ്ത്തും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മുസ്ലിമീങ്ങളാകുമ്പോൾ, നമ്മൾ തൗഹീദുള്ളവരാകുമ്പോൾ നമ്മൾ മറിച്ച് വീഴ്ത്തും, നമ്മൾ ശത്രുവാണല്ലോ. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ട്രെയിനൊക്കെ പോകുമ്പോൾ റെയിലിൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല, കുറച്ച് മാറിക്കണം. എന്താണ് കാരണം, പിശാച് അതിലേക്ക് മറിച്ച് വീഴ്ത്തും. കാരണം പിശാച് ശത്രുവാണ്, സൂക്ഷിക്കണം, മറിച്ച് വീഴ്ത്തും എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സൂക്ഷിക്കണം. ഈ ആൾമറില്ലാത്ത കിണറ്റിക്ക് എത്തിയൊക്കെരുതെന്ന്. റോഡുണ്ടല്ലോ ഇപ്പോൾ ഈ ഹൈവേ ഒക്കെ റോഡ് മുറിഞ്ഞടക്കരുതെന്ന്, മാറി നിൽക്കണം. അല്ലെങ്കിൽ വേറെ വണ്ടി പോകണം. എന്താണ്, വണ്ടി ഇങ്ങനെ ബസ്സിങ്ങനെ പോകുമ്പോൾ നമ്മളേക്ക് മറിച്ച് വീഴ്ത്തുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചേ, ഇത് മാത്രമല്ലല്ലോ, ബൾക്കീസിൻ്റെ കൊട്ടാരം കിലോമീറ്റർ കണക്കിന് കൊട്ടാരം എടുത്ത് പൊന്തിച്ചിട്ട് കൊണ്ടുവന്ന് പെടപ്പെടാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എത്ര ദൂരത്തുന്നാലും ഓൻ കൊണ്ടിട്ടൂലെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് യുക്തിവാദിയാണ്, ഇത് കേന്നമല്ല, മറ്റേ എവിടെ എത്തി. സത്യത്തിൽ എൻ്റെ നമ്മുടെ പണ്ഡിതന്മാരെ നമ്മൾ ഈ വർത്താനം നിർത്തണം, ഈ പിശാചിൻ്റെ വർത്താനം നിർത്തണം. നമുക്ക് അസുഖം അപകടം തരുന്ന പടച്ചവനാന്ന് പറയുന്നത് എൻ്റെ പണ്ഡിതന്മാർ. നിങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ഇനിയിപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കത്തൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, മുജാഹിദുകൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അസുഖം തരുന്ന പടച്ചവൻ മുമ്പ് രേഖപ്പെടുത്തിയാണ്. ഒരാൾക്കും അതിൽ ഒരു പങ്കും ഒരു കൂറും ഇല്ലയെന്നും അത് നമുക്ക് പരീക്ഷണമാണെന്നും അതിൽ അള്ളാഹ്ക്ക് ഒരു കൂറുകാരനും പങ്കാരനില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുക. അള്ള ഉദ്ദേശിക്കുന്ന സഭകളിലൂടെ നടത്തും. അള്ള ഇഷ്ടമുള്ളവർക്ക് അള്ള കൊടുക്കും. അത് അള്ള ഉദ്ദേശിക്കുന്ന സഭ ഒരാളെ കൊണ്ട് തടയാൻ പറ്റാൻ മുമ്പ് രേഖപ്പെടുത്തിയ, അത് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുന്നത്, പുതുതായിട്ട് എഴുതി ചേർക്കുന്നതല്ല. പേന ഉയർത്തി മഷി ഉണങ്ങിപ്പോയ സംഭവങ്ങളാണ്. അത് നമുക്ക് വിശ്വാസിക്ക് പുണ്യമാണ്, പാപം പൊറുക്കാനുള്ളതാണ്, ഹൈറാണ്. അവിടെ പിശാച് കടന്നു വരും, സൂക്ഷിക്കണം, നരകത്തിൽ കൊണ്ടുപോകും. ഇതാണ് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ എന്തൊക്കെ അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ ഭാഷാർത്ഥത്തിൽ എടുക്കുകയാണ് ഇവർ. ഈ സൂറത്ത് ബഖറ 225 പരിശോധന ഇതിന് അമാനി മൗലവിയുടെ തഫ്സീറൊന്ന് പഠിച്ചു. അമാനി മൗലവിയുടെ ഇനി മുഖ്തസറായിട്ട് കുഞ്ഞുമുഹമ്മദ് ചെറിയ മണ്ടുകൾ ഇറങ്ങിയ ചെറുതെങ്കിലും ഒന്ന് അതൊന്ന് വായിച്ചിട്ട് എൻ്റെ ബാക്ക് അടിയിലുള്ളൊന്ന് വായിച്ചോളൂ. ഇതിന് എത്ര മുഫസ്സിറുകൾ തഫ്സീർ പറഞ്ഞാൽ അതെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഇതെന്ത് ചെയ്തെന്ന് അറിയങ്ങൾ, ഇതിൻ്റെ അക്ഷരവായനുണ്ട് എടുത്ത്, ലാഹിറിൻ്റെ അടുത്ത്. ഇത് സംസ്ഥക്കാർ വസൽമൻ അർസൽന ഇന്നമ വലിയുക്കുള്ള വലുവന്നു ഓതുന്ന പോലെ ഉണ്ട് ഓതി. ഇതന്നെ ഓലി ചെയ്തമായി തന്നെ വരും ചെയ്തു. എന്നാൽ ഇതിൽ വ്യക്തമായി ഇതിലെവിടെയെങ്കിലും ഈ ബുക്കിൽ എത്ര സ്ഥലത്ത് പിശാചിനെ സൂക്ഷിക്കണം അങ്ങനെ ഉപദ്രവം കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പിശാചുകളെ ശാരീരികമായി ഉപദ്രവിക്കും, നിങ്ങൾക്ക് അപകടം വരുത്തും, അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ മുഴുവൻ കൊടുത്തവൻ നിങ്ങൾ ശത്രുവാണെന്ന് പറയുന്നിടത്ത് മുഴുവൻ കൊടുത്ത എന്താണ്, അവൻ നിങ്ങളെ വഴികേടിലേക്ക് നരകത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളിതിൽ എതിർത്തുന്ന വെറും വിശ്വാസം മാത്രം തോന്നലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ കൊച്ചിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വിശദീകരിച്ച് 20ഓളം കാര്യങ്ങൾ പലയിടത്തും. ഒന്നിൽ പോലും നിങ്ങൾ കേട്ടോ എവിടെയെങ്കിലും പിശാച് ശാരീരികമായി ഉപദ്രവിക്കും, ശാരീരികമായി അപകടം ഉണ്ടാക്കും, അതിനവർക്ക് എഖ്തിയാറുണ്ട്, അവർക്ക് തോന്നുന്നവർക്ക് കൊടുക്കാനും തോന്നുന്ന രീതിയിൽ കൊടുക്കാനും തോന്നുന്ന ഇടപെടാനും കഴിയുമെന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ നമ്മുടെ പണ്ഡിതന്മാർ? KGND പണ്ഡിതന്മാരുടെ പേരിൽ എന്തിനാ സഹോദരങ്ങൾ ഈ കളവ് പറയുന്നത്? അവരിതൊന്നും പറഞ്ഞിട്ടില്ല. അവരുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള അബദ്ധങ്ങളല്ലേ, അവിടെയല്ലേ പ്രശ്നം. നമ്മൾ പിന്നെ ഈ മുണ്ടിയ തിരുത്തുന്ന ഈ പരിപാടികൾ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം തിരുത്തല്ല, വിശദീകരണം എന്ന് പറയണം. അതിന് തിരുത്തെന്ന് പറയരുത്. തിരുത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, തെറ്റി എന്നാണ് അർത്ഥം. തെറ്റല്ല, മുണ്ടിയ തിരുത്ത് അതൊക്കെ മറ്റുള്ളവർ അതിന് ആയുധമാക്കുക. തിരുത്തല്ല സംഭവം. ചിലതൊന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. പിശാചിനെ കയറ്റൊന്നും വേണ്ട, നമ്മളെത്തില്ല പിശാച്, നമ്മുടെ ശരീരത്തൊക്കെ പിശാചില്ല. പിന്നെ എന്തിനാ കയറ്റാൻ നിൽക്കുന്നു? നമുക്ക് അപകടം അസുഖം ഇതാണല്ലോ പ്രശ്നം. നമുക്ക് അസുഖം അപകടം പ്രശ്നം പ്രയാസമാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ. ഇതാര് വരുത്തുന്നതാണ്? ഇതിലാർക്കെങ്കിലും കൂറും പങ്കുണ്ടോ? അത് മാത്രം ചിന്തിച്ചാൽ മതിയില്ല. അവർക്ക് തോന്നുമ്പോൾ തരാനും കൂട്ടി കൊടുക്കാനും കുറച്ച് കൊടുക്കാനും കഴിയും. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയേണ്ടുള്ളൂ. ഇനി നമ്മളിനി പറച്ചിലെന്നെ നിർത്തണം. നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെന്ത് പറഞ്ഞാൽ അസുഖം തരുന്നവൻ ആരാ? അള്ളാഹു. അസുഖം മാറ്റുന്നവൻ അള്ളാഹു. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സബബുകളിലൂടെ തരും. ആ സബബുകൾക്ക് യാതൊരുവിധ അധികാരവും ഇടപെടലും അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞു കൊടുത്താൽ മതി. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചിരുന്നത്? ഈ പിശാചും ജിന്നും പിശാചും വന്ന് എട്ടങ്ങറാക്കിയാൽ മതി. നമ്മളൊക്കെ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിക്ക് വരണം നിൽക്കണം. നമ്മളൊക്കെ ഇതിൻ്റെ ആശാന്മാരായിരുന്നു. 10-30 കൊല്ലത്തൊക്കെ കേട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇനി വീണ്ടും തിരിച്ച് ഇതിൻ്റെ പിന്നിൽ പോകണം. കാരണം പിശാചിൻ്റെ പേരെന്നെ പറഞ്ഞെടുത്ത് പേടിപ്പിക്കുക. കാരണം എന്താ പറയുക, പിശാച് വലുതാവും. മനസ്സിലായ നിങ്ങൾ? അവൻ വലിയതായി പോയി. അത് വേണ്ട, ആ പേരെന്നെ വേണ്ട. ബിസ്മില്ല എന്നാണ് പറഞ്ഞാൽ മതി. പിന്നെ അത് മാത്രമൊന്നുമല്ല, വല്ലാത്ത കഷ്ടമാണ്. കാരണം എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ എവിടേക്ക് എത്തിയെന്നറിയാം നമ്മളെ ചില നമ്മളെ ഏതിൻ്റെ ആളുകൾ നമ്മളെ കേനമെന്ന ആളുകൾ തന്നെ ഒരുപാട് എവിടേക്ക് ഇവർക്ക് വഴിവെച്ചതെന്ന് അറിയങ്ങൾ. ഈ കോളറുണ്ടല്ലോ, കോളറ പിശാച് വരുത്തുന്നതാണ്. നമ്മൾ ഹുസൈൻ സലഫി ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹുസൈൻ സലഫി, നമ്മുടെ 30 കൊല്ലമായി. നമ്മുടെ ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മുജാഹിദിലും ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാരായ പ്രസംഗം, നമ്മളൊക്കെ പ്രസംഗം കേട്ടൊക്കെ മുജാഹിദിലേക്ക് കടന്നു വരുന്ന കാലം നമ്മൾ കേട്ടത്. ഇന്നത്തെ നമ്മുടെ KNM എന്ന് പറഞ്ഞ കുപ്പായിട്ട കുറച്ച് ആൾക്കാർ ഖത്തറിൽ അവിടെ ഇരുന്നിട്ട് പറയുകയാണേ, അത് ഈ കോളറ വരുന്നത് പിശാചാണെന്ന് പറഞ്ഞില്ലേ, അത് ഹുസൈൻ സലഫി പറഞ്ഞില്ല, അങ്ങനെയല്ല അതുവാന്നുള്ള ഹദീസ് പറഞ്ഞിട്ട് അതൊക്കെ തെറ്റാണെന്ന്. പിശാച് അങ്ങനെയൊക്കെ വരുത്തുന്നു കോളറ്. ഇത് ഞാൻ നിങ്ങളോട് ഞാനിത് വെറുതെ പറയാന്നാണോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടപ്പോഴൊക്കെ ഇന്നെ പറഞ്ഞ ചീത്തൊക്കെ കണക്കില്ല. അതൊന്ന് കേട്ടോ. ഈ ഇഷ്ടത്തിലുള്ള നമ്മുടെ ഹുസൈൻ സലഫി
അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിൽ ഇന്നും തിരുത്തിയിട്ടില്ല. നമ്മുടെ കയ്യിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മർക്കസ് ദാവക്കാരാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്, ഇസ്ലാക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഹുസൈൻ സലഫി പറയുന്ന ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കുക. പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഫറ. ലാ അദ്വ, അദ്വ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലത്ത് ഒരു വിചാരമുണ്ടായിരുന്നു, പിശാചുക്കൾ മനുഷ്യരിലേക്ക് രോഗം പകർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല. ആരുടെയും ശരീരത്തിൽ പിശാച് കൂടിയിട്ട് രോഗം പകർത്തുന്ന പരിപാടിയില്ല. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 1940-കളിൽ കോളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? അത് ശൈത്താനാണ്. കലമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ, വസൂരിയുടെ ശൈത്താൻ, അതേപോലെ തന്നെയുള്ള ശൈത്താന്മാര് നാടൊട്ടാകെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അമ്പുറത്ത് കൊടിയെടുത്തുകൊണ്ട് കൂട്ടഭാഗം വിളിച്ചുകൊണ്ട് തെരുവീതികളിലൂടെ മുസ്ലിയാന്മാർ അനുയായികളെ കൊണ്ട് ഊരിയെത്തിച്ചു. ആ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ രോഗം പരത്തുന്ന, പിശാച് മുഖേന രോഗം പരക്കുന്നതിലുള്ള ചിന്താഗതി അസ്ഥാനത്താകുന്നു, അത് അന്ധവിശ്വാസമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹുസൈൻ സലഫി ഈ വിഷയത്തിൽ പറയുന്ന നിലപാട് കേട്ടല്ലോ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്, അബദ്ധാണ്. അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായപ്പോൾ നിങ്ങൾ ഇത് അബദ്ധാണെന്ന് വെച്ചാൽ കോളറൊക്കെ പിശാച് വരുത്തും, അങ്ങനെ പലതും. ഇത് ആരാ പറയുന്നതെന്നറിയോ? പേരൊന്നും ഞാൻ പറഞ്ഞില്ല. KNM കുപ്പായിട്ട് അധികാര കസേരയിൽ ഗൾഫിലൊക്കെ ഇരിക്കുന്നവരാണ് ഈ പറയുന്നത്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, നല്ല ബുദ്ധി. പണ്ഡിതന്മാർ തിരുത്തി കൊടുക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് തിരുത്തി കൊടുക്കണം ഇതിൻ്റെയൊക്കെ കാര്യം. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ന്യായം പറയുന്നുണ്ട്. തഫ്സീറുകളിൽ പണ്ഡിതന്മാരെ ചില അഭിപ്രായങ്ങൾ തഫ്സീറിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു പറഞ്ഞതിലില്ല. ഇപ്പോൾ തഫ്സീറിൽ ഹദീസിനേക്കാളും അപ്പുറം തഫ്സീറിലെ അഭിപ്രായങ്ങൾ ഇസ്ലാമിൽ പ്രമാണമാകാനുള്ള നിയമങ്ങളും നിബന്ധനകളും ഉപാധികളൊക്കെ ആ പറഞ്ഞവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങോട്ടും അവരൊക്കെ ഈ സ്റ്റേജിലൊക്കെ ഒന്ന് ഇരുത്തണം. സമസ്തക്കാർ പോലും തഫ്സീർ അംഗീകരിക്കാൻ പറ്റൂല. അംഗീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ സമസ്തക്കാർ പറഞ്ഞു തുടങ്ങി അല്ലേ? ഏത് മുഫസ്സിറാണെങ്കിൽ പോലും അത് നബിതങ്ങളിലേക്ക് മർഫു ആയിരിക്കണം, ഏത് സഹാബിയിലേക്ക് മൗഖൂഫ് പോലും പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവർ പറയൽ തുടങ്ങി. അത് ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്തായാലും ഇപ്പോൾ സംഭവങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗൗരവമാണ് വിഷയം, പറയാതിരുന്നിട്ട് കാര്യമില്ല. വിസ്റ്റം പോയ കാര്യം നമ്മളതിൽ ഒരുപാട് പഴിച്ചു പോകും പിന്നെ ഈ പിശാചിനോട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ നമ്മളെ പണ്ഡിതന്മാർ അവരെ നിങ്ങളെ പറ്റിയിട്ടാണ് പച്ച പൊള്ളിതൊക്കെ എടുത്ത് പറയുന്നത്. ജമിയത്തിനെ പറ്റിയിട്ട് ജമിയത്തുലം അങ്ങനെ പറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത്. പിശാചിനെ തോന്നുന്ന പോലെ നമ്മളെ ആക്രമിക്കാനും നമ്മളെ രക്ഷിക്കാനും നമ്മളെ ശിക്ഷിക്കാനും ഒക്കെ കഴിയുന്ന അതിന് ഇഖ്തിയാറുണ്ട്. നിങ്ങളെ വളരെ പൊച്ച, നിങ്ങൾ എവിടെയും അത് പറഞ്ഞിട്ടില്ല, നമുക്കറിയാം. അതിലെവിടെയും അതില്ല. ഉള്ളതിനുള്ളത് പോലെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലെവിടെ ഇങ്ങനെയില്ല. അസുഖം ബുദ്ധിമുട്ടും പ്രയാസം അപകടം തരുന്ന ആരാ? അത് അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ഖുർആൻ. ഏത് കാര്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അനുസരിച്ചല്ലേ? എത്ര ആയത്തുകൾ നമ്മളിവിടെ പറഞ്ഞു. ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തിയത് അത് സംഭവിക്കും. അത് അള്ളാഹ്ക്ക് ഖുർആനും ബംഗാനും അനുസരിച്ചാൽ ശിർക്കാണ്. അവൻ മുശ്രിക്കാണ്. ഒരു പ്രവർത്തനം പുതുതായിട്ടൊന്നും സൃഷ്ടിക്കപ്പെടില്ല. ആരും അള്ളാഹു നിർബന്ധം ചെലുത്തില്ല. അള്ളാഹ് എന്ത് ഉദ്ദേശിക്കുന്ന അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്തും സന്ദർഭത്തിലും ഉദ്ദേശിക്കുന്ന സബബിലൂടെ നടക്കും. സബബുകൾക്ക് സംബന്ധിച്ച് ഇഖ്തിയാർ ഇടപെടാൻ കഴിയുന്നു ഞാൻ ചില ചെറുക്കുക. അവർക്ക് തോന്നും പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. അത്രേ അത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പണ്ഡിതന്മാർ. പിന്നെ ഈ അസുഖം എന്ന പിശാച് അതിലേക്ക് അത് വിടണം. അസുഖം അതിൻ്റെ റബ്ബ് മുമ്പ് രേഖപ്പെടുത്തി. എനിക്ക് അള്ളാഹ് എന്ന പരീക്ഷണം. ഇവിടുത്തെ അമുസ്ലിമികൾ പോലും ദൈവം തമ്പുരാൻ തന്നെന്നാ പറയാം. നമ്മൾ പിശാച് തന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? എന്നിട്ട് അതിൻ്റെ പിന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അതിനെ ഇറക്കാൻ നടക്കണതിൽ ഇപ്പോൾ എന്താ കുഴപ്പം പറയുള്ളത് നമുക്ക്? അപ്പോൾ അള്ളാഹ് നമുക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് അത് വിശ്വാസിക്ക് പുണ്യാണ്, പാമ്പുറുക്കുള്ള ഹൈറാണ്. അവിടെ പിശാച് കടന്നു വന്നുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ നരകത്തിൽ കൊണ്ടുപോകും. തെറ്റുപോലും പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ലല്ലോ നിർബന്ധിപ്പിച്ച്. അവൻ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ തെറ്റ് ചെയ്യുന്നത്. അവൻ്റെ വസ്വാസം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ അഭയം തരണം. അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷയുള്ളൂ. അതല്ലേ? മൂന്നാമത് രണ്ടാണും പെണ്ണുണ്ടി മൂന്നാമത് പിശാച് ഉണ്ടാവും. അവൻ്റെ നമ്മളെ കൊണ്ട് സിനെ ചെയ്യിപ്പിക്കുകയല്ല, അവനെ ഓരോന്നിട്ട് നമ്മൾ ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അഭയം വിട്ട് സൂക്ഷിച്ച് നമുക്ക് മാറിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ പോയാൽ ശിക്ഷ കിട്ടും, മാറിയെന്നാൽ പുണ്യം കിട്ടും, സ്വർഗം കിട്ടും, വരെ കിട്ടും. അവൻ ഗുഹയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളെ കഥ പറയുന്നിടത്ത് റസൂലുള്ളാഹി ഹദീസ് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സത്യം അള്ളാഹിനെ ഓർത്തിട്ട് മുജാഹിദിൻ്റെ പേരിൽ ഇങ്ങനെ ഇതൊക്കെ ഈ മരുന്നിന് ആദ്യമേ ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് പറ്റപ്പോവും. ഇഷ്ടം പോയാൽ നമ്മളെ ഇനിയൊരു ഗ്രൂപ്പ് ഉണ്ടാവാൻ പാടില്ല. ആരും കുറ്റപ്പെടുത്താനല്ല, ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. നമ്മുടെ അസുഖം ബുദ്ധിമുട്ട് പിശാചിൻ്റെ പേരിനെ ഒഴിവാക്കണം. ഈ അസുഖം ശാരീരിക അസുഖം അപകടം വരുത്തുന്നതിന് പിശാചിൻ്റെ പേര് ഒഴിവാക്കണം. എന്തെന്നാണ് അവനെ സൂക്ഷിക്കാൻ പറഞ്ഞത്? അത് ഇതിൽ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പിശാചിൻ്റെ ഉപദ്രവം അതിനവനെ സൂക്ഷിക്കണം. വിശ്വാസം മാത്രമല്ല
എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. വിശ്വാസം മാത്രമൊന്നുമല്ല, വിശ്വാസത്തിൽ പെട്ട് ചെയ്താൽ പിന്നെ ഓനയിൽ ഉറപ്പിച്ചെടുത്താലും അങ്ങനത്തെ മറ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തെറ്റിദ്ധരിച്ച അതൊന്നും അസുഖം ഉണ്ടാക്കും, അപകടം ഉണ്ടാക്കും, അവനക്ക് തോന്നുന്ന പോലെ രക്ഷിക്കാനും അപകടം ഉണ്ടാക്കാനും അസുഖം ഉണ്ടാക്കാനും ഈ ജമിയത്തുൽ ഉലമ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജമിയത്തിൻ്റെ പണ്ഡിതന്മാരും കുറ്റം പറയേണ്ട, അവർക്ക് അങ്ങനെ ഇതൊക്കെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയുന്ന കാര്യമില്ലേ. അപ്പോൾ ഇങ്ങനൊന്നും ഇതിനെതിരെ ഒന്നും ജമിയത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവ് വിചാരിച്ച് ഈ വിഷയത്തിൽ നമ്മുടെ ജമിയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഒന്നില്ല ഈ ക്ലാസ്സിലും ഒക്കെ ഈ കുത്തുബക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോണേ ഈ കമ്മിറ്റിയിലൊക്കെ ഈ ഗൾഫ് കമ്മിറ്റിയിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് അവർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ഈ വിഷയത്തിൽ. ഈ പിശാചും ജിന്നും പിശാചിയായിട്ട് ആൾക്കാരും മടുത്തിക്കണം. ഒരു മനുഷ്യൻ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ ഒരു ഭാഗത്ത് അണിയിരുന്നാലും സാധിക്കില്ല നമുക്കൊന്നും ചെയ്യാം. അള്ള മുമ്പ് രേഖപ്പെടുത്തി വെച്ചില്ലേ, അത് ആ സമയത്തും സന്ദർഭത്തും നടക്കുന്നല്ലാതെ അതിൽ ഇവർക്ക് എന്ത് റോളുള്ളത്? നമ്മുടെ കാറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇടിമിന്നലിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ അവർക്ക് എന്തെങ്കിലും റോളുണ്ടോ? അള്ള ഉദ്ദേശിക്കുന്ന സമയത്തോട് നമുക്ക് വരുന്ന അസുഖം ബുദ്ധിമുട്ട് പറയാൻ അള്ള മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യമല്ലേ. നമ്മളെ പാപം പുറത്ത് കിട്ടാനും പുണ്യം കിട്ടാനും നമ്മളെ ശുദ്ധീകരിക്കാനുള്ളതല്ല, അത് ഇഷ്ടപ്പെടുന്നുകൊണ്ട് തരുന്നതല്ലേ. അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്, നമ്മൾ റസൂലുള്ളാഹി പഠിപ്പിക്കണം, അങ്ങനെയല്ലേ ഇല്ലേ? ഇവർക്ക് എന്തെങ്കിലും ഇഖ്തിയാറോ അധികാരം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ ഇവരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇവൻ നമ്മൾ വഴികേടിലേക്ക് നയിക്കും, ശിർക്കും വിദേഹത്തും ഹറാമിലേക്കും നയിക്കും. അതിൽ നിന്ന് സൂക്ഷിക്കണം. അള്ളാഹുവിൽ അഭയം തേടന്നെയാണ്. കാരണം എന്താ, അവിടെയും അധികാരം നമുക്ക് തന്നിക്കുകയാണ്. അതാണ് രസം. അത് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ആ പിശാചിൻ്റെ ഉപദ്രവം ആ വിശ്വാസം നമുക്ക് പുണ്യാക്കി മാറ്റാം, സ്വർഗം കിട്ടുന്നാക്കി മാറ്റാം. അവൻ്റെ വിശ്വാസം ശിക്ഷയിൽ ആദ്യം നിന്ന് മാറിയെന്നാൽ നമുക്ക് പുണ്യമായി സൽക്കരമായി രേഖപ്പെടുത്തും. അതിൻ്റെ കൂടെ പോയാലോ നരകത്ത് പോകും. അള്ളാഹുവിൽ അഭയം തേടണം. അതിപ്പോൾ നമുക്ക് ആർക്കും പ്രശ്നമില്ല. പിശാചിൻ്റെ യഥാർത്ഥ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് ആർക്കും പേടിയാണ്. നമ്മൾ ഔഹീദുള്ളതല്ലേ. മറ്റോ പറഞ്ഞാൽ 60 അമ്പലത്തിൽ പ്രസംഗിച്ച് എനിക്കെതിരെ ശിർക്കിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി എന്താണ്? മോനും വിചാരം 60 അമ്പലത്തിൽ പ്രസംഗിച്ചാൽ പിന്നെ അവരെയാണ് ആദ്യം പിശാചി ഒഴികൂടാൻ നോക്കുക. അത് സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹിദായത്തിലല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ബഹുമാനപ്പെട്ട ബിസിനസ് സഹോദരങ്ങൾ, ഇത്ര നല്ല മനുഷ്യന്മാർ, എന്ത് നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത് അടിത്തറ ശിർക്കിലായിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെയൊക്കെ ആത്മാർത്ഥം കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോവുക. അവർക്ക് ഒന്ന് പ്രഖ്യാപിച്ചുകൂടെ? മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തട്ടങ്ങളും, പ്രാർത്ഥന ആണെങ്കിൽ ശിർക്കെന്നല്ല, പ്രാർത്ഥന അല്ലാത്ത ശിർക്കാകാത്ത ഒരു സഹായത്തട്ടില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണം. അങ്ങനെ മാത്രമല്ല, മനുഷ്യരോട് തേടുന്നത്, മനുഷ്യ കയ്യിൽപ്പെട്ട സഹായം തേടിയാൽ അത് ശിർക്കാണ്, അത് ജിന്നിനോട് തേടിയാൽ ശിർക്കാണെന്നും കൂടി വിശ്വസിക്കണം. അങ്ങനെയാണ് ഒരാളെ പറ്റിക്കൽ. പോലെ പറഞ്ഞാൽ എല്ലാ സഹായത്തോടും ശിർക്കാം. എല്ലാം ശിർക്കാം. ഞാൻ അവരോടൊന്ന് ചോദിച്ചൊക്കെ, നമ്മൾ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന എന്തെങ്കിലും സഹായം, ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിലൊക്കെ നമ്മൾ മനുഷ്യൻ സഹായം ചോദിക്കൂലേ? അതുപോലെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നുണ്ടെന്ന് വിചാരിച്ചാൽ ജിന്നിനോട് അതിൻ്റെ കഴിപ്പെട്ടൊരു സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. അങ്ങനെ ചോദിക്കണം. അല്ലാതെ സഹായത്തട്ടങ്ങളെല്ലാം ശിർക്കാണെന്ന് വെച്ചാൽ പോലും പറയാം ശിർക്കാന്ന് പറയും. കാരണം എന്താ, അത് പ്രാർത്ഥനയാകുന്ന സഹായത്തട്ടങ്ങളാണ്. ഈ ശിർക്കാകാത്ത വല്ല സഹായത്തട്ടുണ്ടെന്ന് ചോദിച്ചാലോ ഇല്ല എന്ന് പറയും. എല്ലാ സഹായത്തോട്ടും ശിർക്കാം. അപ്പോൾ എന്താ പറയുക, പറഞ്ഞെന്താണ്, അത് പ്രാർത്ഥനയാകുന്ന സഹായത്തട്ടം. നമ്മൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ വിസ്തംകാരോട്. ഇപ്പോൾ ഞാനും ഒരാളും കൂടി ഇങ്ങനെ നടന്നു പോവാണ്, ഞാൻ വെള്ളത്തിൽ കണ്ട് പുഴയിൽ കണ്ട് പറയും എനിക്ക് നീന്തൽ അറിയില്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഫൈസലേ ഇന്നൊന്ന് പിടിച്ചു വിടാ, എന്നൊന്ന് രക്ഷിച്ചു വിടാം, അത് ശിർക്കാണോ? അത് ശിർക്കല്ല. എന്താ, സൃഷ്ടി കഴിൽപ്പെട്ടതാ. എന്നാൽ അവിടെ അവിടെ എന്തില്ല, ഫൈസലില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന നേരത്തെ ഒരു ജിന്നുണ്ടെങ്കിൽ ജിന്നെ ഇന്നൊന്ന് പിടിച്ച് എന്നെ രക്ഷിക്ക്, ജിന്നെ ഇവിടെ എവിടെയെങ്കിലും ജിന്നുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുന്നൊന്ന് വിളിച്ചാലോ അതൊരു സൃഷ്ടിയോട് തേടുന്നത് പോലുള്ളൂ. അത് ശിർക്കില്ല. അതെന്താ, അത് സഹായത്തട്ടല്ല, അത് സഹായ ചോദ്യമാണ്, അത് ശരിക്കും വരില്ല. ഇങ്ങനെയാണ് ഒരാളെ പറ്റിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംകാരെ ഇതൊക്കെ ശരിക്കും അറിയുന്നതുകൊണ്ട് പറഞ്ഞു തന്നിട്ട്. ഈ പിശാച് അങ്ങനെയാണ്, ഒരുപാട് കുതന്ത്രങ്ങൾ. അതാണ് വിശ്വാസം മാത്രമല്ല, വിശ്വാസപ്പെട്ട് പേച്ച പിന്നെ അതിൽ പിടിച്ചു നിർത്താനുള്ള ഒരുപാട് ഉപായങ്ങളും ന്യായങ്ങളും ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്യും. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുത്തതിൽ എവിടെയും പിശാചുങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കും, അസുഖം വരുത്തും. അതിനവനക്ക് സ്വന്തമായി ഇഖ്തിയാറുണ്ട്, സ്വന്തമായി തന്നെ ഇഖ്തിയാറുണ്ട്. തോന്നുന്നവർക്ക് കൊടുക്കാനും നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ഉപദ്രവിക്കുന്ന ഇല്ല. അതുകൊണ്ട് അള്ളാഹിനെ ഓർത്ത് സത്യം മനസ്സിലാക്കുക. നമ്മുടെ പണ്ഡിതന്മാർ ഇതൊക്കെ ഒന്ന് കറക്റ്റ് പേർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒരു പിഴവ് ശിർക്കിലേക്ക് പോകും. വെറുതെ കേജുവിന് പണ്ഡിതന്മാരെ വെറുതെ നിങ്ങളില്ലാത്ത അവരുടെ പേരിൽ കെട്ടിവെക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.